ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ഈശ്വരകൃപ, ആയുരാരോഗ്യവും രോഗശാന്തി, ഈ ലോക ജീവിത സുഖ നന്മകളെല്ലാം ഈശ്വരൻ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. മക്കളുടെയൊക്കെ പേരുകൾ പറയട്ടെ. താര മനോജ്. മക്കളെ, ഭഗവാനോട് അത്രമാത്രം ഭക്തി ഉള്ളതുകൊണ്ട് ഭഗവാനോടൊപ്പം തന്നെ നാമങ്ങൾ ചൊല്ലുമ്പോൾ നൃത്തം ചെയ്യാൻ തോന്നുന്നത്. ആനന്ദമായിട്ട് അത് ചെയ്യുക, മനസ്സിന് സന്തോഷം ഉണ്ടാകട്ടെ. നിർമ്മല പവിത്രൻ. അതുപോലെ തന്നെ എല്ലാ കമൻസുകളും എനിക്ക് വായിക്കാൻ സമയമില്ല. എങ്കിലും മക്കളെ, നമ്മുടെ ആഗ്രഹങ്ങൾ, അതായത് ഞാനെന്ന് നീയുള്ള ആ മമതകൾ, ഇതൊക്കെ മാറ്റി, അത് മനസ്സിലായല്ലോ ഇത് വായിച്ചപ്പോൾ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് പരമമായ ആ സത്യത്തെ തിരിച്ചറിയാൻ പറ്റൂ. ഇങ്ങനെ നല്ല നല്ല കമൻസുകളൊക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, എനിക്കത് വളരെ വളരെ സന്തോഷം. ഇതൊക്കെ മനസ്സിലാകുന്നതിൽ എത്രമാത്രം ആനന്ദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബിജു എന്നെ വിളിക്കാറുണ്ട്. കൂടെ ഏങ്ങി കരയുമ്പോഴേക്കും എന്നെ വിളിക്കുന്നത്. ചില നാമങ്ങളും ഭഗവാന്റെ വചനങ്ങൾ കേട്ടിട്ട് അത് വായിച്ചിട്ട് അപ്പോഴെന്നെ വിളിക്കാറുണ്ട്. കമൻസിൽ കൂടെ തരുന്നില്ലെന്നേ ഉള്ളൂ, എന്നെ വിളിക്കും. ഏങ്ങി ഒരു നിലവിളിയൊക്കെയാ അപ്പോൾ. അതുപോലെ ഗീതാ നായർ. സുഖമാണ് മക്കളെ എനിക്ക്. ജഗദമ്മ. അതുപോലെ തന്നെ ഞാൻ ചിരിക്കുമ്പോൾ, അത് അമ്മ ചിരിക്കുമ്പോൾ എനിക്കും ചിരി വന്നു എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? എന്നിലും നിന്നിലും ആരായിരിക്കുക? പരമാത്മാവല്ലേ? ഏകമായ എല്ലാത്തിലും, അതിലും ഇതിലും എല്ലാം പരബ്രഹ്മല്ലേ വസിക്കുന്നത്. അങ്ങനെ എപ്പോൾ ആയിത്തീരുമ്പോഴാണ് മറ്റൊരാൾ ചിരിക്കുമ്പോൾ ചിരിക്കാനും കരയുമ്പോൾ കരയാനും തോന്നുന്നത്. അതായത് നമുക്ക് അവരുടെ ഒരാളുടെ ദുഃഖം കാണുമ്പോൾ നമുക്കും ദുഃഖം ഉണ്ടാകുന്നു. അതെന്താ? രണ്ടും ഒരുപോലെ ആയതുകൊണ്ടാണ്. അതങ്ങനെ ആകണം. അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചപ്പോൾ എനിക്കും ചിരി വന്നെന്ന് പറഞ്ഞത്. അതിൻ്റെ കാരണം എന്താ? ഇതാണ്, എന്നിലും നിന്നിലും എല്ലാം ഒരേ പരബ്രഹ്മമാണല്ലോ. അതുകൊണ്ടാണ് മക്കളെ. അതുപോലെ രുക്മിണി മോഹനും. അതുപോലെ ഓരോ അഭിപ്രായങ്ങളൊക്കെ ഇപ്പോൾ, അത് ആദ്യമേ ഉള്ള മകളാണ്. ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ തന്നു കഴിഞ്ഞു. ഇപ്പം വെറുതെ ഒന്ന് ഹരേ രാമ കൃഷ്ണ, കാരണം എല്ലാം മനസ്സിലായി കഴിഞ്ഞു എന്നാണ് എൻ്റെ അർത്ഥം. ശ്രീല രാധാ ശിവാനന്ദൻ. അതും ഇതുപോലെ ഒരുപാട് അഭിപ്രായങ്ങൾ തന്നതാ. ഇപ്പം അഭിപ്രായങ്ങളൊന്നും ഇല്ല. കാരണം ഇവർക്കെല്ലാം ഇപ്പം നന്നായി ഒരു മരുമകൾക്ക് നല്ല ജോലിയൊക്കെ ആയി എന്നോട് നാളെ വിളിച്ച് പറഞ്ഞു. അതുകൊണ്ട് കുറച്ച് തിരക്കുണ്ട്. എന്നാലും ധ്യാനവും പ്രാർത്ഥനയൊന്നും മുടങ്ങുന്നില്ല. മുമ്പിനേക്കാൾ ഏറി എടുക്കുന്നുണ്ട്. എന്നാലും എന്നെ മിക്കവാറും ഇത് ചെയ്യും. വാട്സപ്പിൽ കൂടെ എന്നെ വിളിക്കുന്നുണ്ട്, ചില മെസ്സേജ് അയക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് മക്കൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയതായിട്ടും, അതുപോലെ തന്നെ പ്രസന്ന, എന്താ പറയുക, ഒരു ദർശനം കണ്ടു എന്ന് എന്നെ വിളിച്ചവൻ പറഞ്ഞു. പിന്നെ ജയാനിലും അതുപോലെ എന്നെ വിളിക്കും. ഒരുപാട് നല്ല കാര്യങ്ങൾ, ഈശ്വരൻ കൊടുത്ത കാര്യങ്ങൾ എന്നോട് പറയും. മക്കൾക്ക് രണ്ടിനും അവിടെ ജോലിയായി. കൊച്ചു വീട്ടിൽ നിന്ന് വലിയ വീടൊക്കെ, ഇപ്പം ഫ്ലാറ്റൊക്കെ മേടിച്ചു. ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടി അമ്മയെന്ന് എന്നെ വിളിക്കുമ്പോഴെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ ഓരോ മക്കളും ഓരോ അഭിപ്രായങ്ങൾ എന്നെ പറയുന്നുണ്ട്. നിർമ്മല, രമേഷ്, ഷേർലി, ഇങ്ങനെ എല്ലാ മക്കളും നല്ല നല്ല അനുഗ്രഹങ്ങൾ ഈശ്വരനെ വാങ്ങിക്കുക ഭക്തിപൂർവ്വം എല്ലാവരും. കാരണം ഇത് ഈശ്വരനെ ആരാധിക്കുന്നത് വെറുതെ ആയി പോകുകയില്ല. കാട് കളഞ്ഞവൻ്റെ കൈ കളയലെന്ന് പറഞ്ഞ പോലെ ഈശ്വരൻ, നമ്മൾ എന്താണ് നമ്മുടെ ഒരു ഭക്തൻ്റെ ഭാവന, അത് തന്നെയാണ് നമ്മളൊരു ഭക്തനാവുക, യഥാർത്ഥ ഒരു ഭക്തനാവുക. ഈശ്വരനെ അത്രത്തോളം സ്നേഹിക്കുമ്പോൾ ഭഗവാൻ നമുക്കല്ല പിന്നെ ആർക്കാ കൊടുക്കുക? അതുകൊണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇത് ആരാധന എന്ന് പറഞ്ഞാൽ കളിച്ച കാര്യമല്ല. ഈശ്വരനെ അത്രമാത്രം സ്നേഹിച്ചും കൊണ്ട് വരുമ്പോൾ നമ്മൾ എന്താ ഭാവന ചെയ്യുന്നത്? നമുക്ക് വീട്ടുകാര്യങ്ങളെല്ലാം നമുക്ക് ആവശ്യമുണ്ട്. ഓരോ ലോക ജീവിതത്തിനെല്ലാം അതൊക്കെ നഷ്ടപ്പെടുത്തിയിട്ടല്ല ഭഗവാൻ പറഞ്ഞേക്കുന്ന പ്രാർത്ഥിക്കാൻ. അതിൽ കൂടി വേണം, നമ്മൾ ഗൃഹസ്ഥാശ്രമിയാണ്, അതിൽ കൂടി ഭഗവാനെ കൂടെ അറിയാതെ പോകരുത്. ഭഗവാനും അങ്ങനെ തന്നെയാണ്, ഗൃഹസ്ഥാശ്രമിയായിരുന്നു. ഭഗവാന് ഭാര്യയും മക്കളൊക്കെ ഉണ്ട്. ഇതിൽ കൂടി നിന്നും കൊണ്ട് പരമാത്മാനെ ഒന്നാം സ്ഥലം കൊടുത്ത് നമ്മൾ അറിയുമ്പോഴാണ് ഭഗവാൻ സന്തോഷം വരുന്നത്. ഇന്ന് ഒരുപാട് പേര് എങ്ങനെയെന്നറിയാമോ? ഈശ്വരനെ ആരാധിക്കുന്നത് എല്ലാ ജോലിയും കഴിഞ്ഞ് മക്കളെ കാര്യവും ഭർത്താവിൻ്റെ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒടുക്കം ആരെങ്കിലും അങ്ങനെ ആഹാരം കഴിക്കാൻ വരുമോ? ഒരു അതിഥി നമ്മളെ വീട്ടിൽ വന്നാൽ ആ അതിഥിക്ക് ഒടുക്കം കൊടുത്താൽ അതിഥി കഴിക്കൂ? നമ്മളൊരു അതിഥിയായിട്ട് ഒരു വിശേഷ ഒരാൾ വന്നാൽ അവർക്ക് മുന്നേ ആഹാരം കൊടുക്കണം. അത് എല്ലാവരും കഴിച്ചിട്ട് പിന്നെ ഒടുക്കലല്ല കൊടുക്കേണ്ടേ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം,
ഈശ്വരനെ ആരാധിച്ച് നന്നായി ഹൃദയത്തിൽ ഇരുത്തിയിട്ട് വേണം നമ്മുടെ മക്കളെ കാര്യവും ഭർത്താവിൻ്റെ കാര്യവും ഒക്കെ എല്ലാം മുടങ്ങാതെ ചെയ്യുകയും ചെയ്യണം. ഈശ്വരനെ ഒന്നാം സ്ഥാനത്ത് നിർത്തണം. ഇന്ന് ഒരുപാട് പേര് മക്കളെ പോലെ കാണുന്നത്. മക്കളും ഈശ്വരൻ എനിക്ക് ഒരുപോലെയാണ്. അതെന്തിനു ന്യായമാ അത്? എന്നാൽ പിന്നെ മക്കളെ പ്രാർത്ഥിച്ചാൽ പോരെ, എന്തിനാ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത്? മക്കളും ഭഗവാനും ഒരുപോലെയാണെന്ന് എൻ്റെ അടുത്ത് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എല്ലാ കാര്യം തന്ന് ജീവിച്ചാൽ പോരെ. പിന്നെ അതിനിടയിൽ കൂടെ ഭഗവാനെ എന്തിനു സ്നേഹിക്കണം? ഭഗവാനെ സ്നേഹിച്ചാൽ ഭഗവാനെ ഒന്നാമതായിട്ട് സ്നേഹിച്ചോണം, അല്ലെങ്കിൽ ഭഗവാന് ദേഷ്യം വരും. ഭഗവാൻ അടക്കം നിൽക്കത്തില്ല. അങ്ങനെ ഞാണ്ടും കെട്ടിയും കിടക്കുന്ന ഈശ്വരനല്ല, അത് മനസ്സിലാക്കണം. നമുക്ക് തന്നെ അറിയാം, ഒരു അതിഥി ഒരു പ്രധാനി നല്ലൊരു ഭക്തനെയൊക്കെ നമ്മൾ ഒരു ഫംഗ്ഷനോ അങ്ങനെ വിളിച്ചാൽ നമ്മൾ എല്ലാവർക്കും ആഹാരം കൊടുക്കുക, അയാളെ വിളിച്ച് കൊടുത്താൽ അയാൾ അവിടെ ഇരിക്കുമോ, വന്ന് കഴിക്കുമോ? നമ്മൾ പ്രത്യേകം ക്ഷണിക്കുന്ന ആളിന് വേണം മുന്നേ കൊടുക്കാൻ. നമ്മൾ എപ്പോഴും ഈശ്വരനാണ് മുന്നേ ക്ഷണിക്കുന്നത്. എന്നും നേരം നമ്മൾ ക്ഷണിച്ചാൽ ഉടനെ ഈശ്വരാരാധനയാണ് മുന്നേ വേണ്ടത്. അതിൻ്റെ പുറകെ മതി മറ്റെല്ലാ കാര്യങ്ങളും. അഥവാ നമുക്കൊരു അത്യാവശ്യ ജോലി ഉണ്ടെങ്കിൽ പോലും അത് ഭഗവാനെ എന്നുള്ള മനസ്സോട് തന്നെ ചെയ്യണം. അപ്പോഴും മുന്നേ ഈശ്വരനാണ് നമ്മുടെ ഉള്ളത്തിൽ. അത് വേണം നമ്മൾ പഠിക്കാൻ. അല്ലാതെ ഇന്ന് പലരും പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്, എനിക്കെല്ലാം തുല്യം, എൻ്റെ മക്കളെ എങ്ങനെ സ്നേഹിക്കുന്ന അതുപോലെ ഈശ്വരനെ സ്നേഹിക്കുന്നു. ഈശ്വരൻ പെതുക്കെ ഇരിക്കില്ലയോ മക്കളെ കൂടെ സ്നേഹിക്കാൻ വരാൻ? എന്തൊരു പിന്നെ അറിവില്ലാത്ത മൂഢര ഇങ്ങനെ പറയുന്നത്. ഈശ്വരൻ ആരെന്നാ വിചാരം? മക്കൾക്ക് തുല്യമാണോ ഈശ്വരൻ? അപ്പോൾ മക്കളെ, നിങ്ങളെല്ലാവരും ചെയ്യുന്ന പ്രവൃത്തി എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ കമൻസുകളെല്ലാം എനിക്ക് സന്തോഷമായി. ഇന്ന് എൻ്റെ കൂടെ ചില ആൾക്കാർ വിളിക്കുമ്പോൾ പറയാറുണ്ട്, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നവരൊന്നും അല്ല, പക്ഷേ അവർക്ക് അറിവില്ല. അവരിപ്പോഴും വിചാരിക്കുന്നത് എനിക്കെല്ലാം അറിവുണ്ടെന്നാണ്. അങ്ങനെയുള്ളവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ മക്കളെ ഞാൻ എങ്ങനെ സ്നേഹിക്കുന്നു, എനിക്ക് ഭഗവാനും അതായത് ഈശ്വരനും മക്കളും തുല്യരാണെന്ന്. ഈശ്വരൻ കുഞ്ഞുങ്ങളിലും എല്ലാം വസിക്കും, നമ്മളെല്ലാം ഭഗവാൻ വസിക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് ഭഗവാന്റെ ഒടുക്കം ആണോ നമ്മൾ സ്വീകരിക്കേണ്ടത്? ഒരു അതിഥി നമ്മൾ പെട്ടെന്ന് ഭഗവാന് അത് നമ്മൾ എത്രത്തോളം സ്നേഹത്തിലും ബഹുമാനത്തിലും ആദരവോടെ നമ്മൾ ഭൂമിയിൽ ഇവിടെ ഒരു വിശേഷ ഒരാളിനെ നമ്മൾ ക്ഷണിക്കുന്നത്, അതുപോലെയാണ് നമ്മൾ ഈശ്വരൻ നമ്മുടെ ഭവനത്തിലും നമ്മുടെ ഹൃദയത്തിലും ക്ഷണിച്ചിരുത്തണം. എന്നിട്ടേ പിന്നെ മറ്റു കാര്യം ചെയ്യാവൂ. നമുക്ക് ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലിയിട്ട് വായിക്കാം. അതുകൊണ്ട് എല്ലാ മക്കളും മനസ്സിലാക്കണം, ഇത് ഞാൻ പറയാൻ സത്യമാണോ എന്ന് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യൂ. നമുക്ക് ഈശ്വരനെ വേണ്ടേ മുൻഗണന ചെയ്യാൻ? എൻ്റെ ഈ മക്കൾക്കെല്ലാം അറിയാമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അവരെല്ലാം സമ്മതിക്കും. നമുക്ക് ശ്രീഹരി അഷ്ടകം ചൊല്ലാം. ജഗജ്ജാലപാലം കനൽ കണ്ഠമാലം ശരചന്ദ്രഭാലം മഹാദൈത്യകാലം നമോ നീലകായം ദുരാവാരമായം സുപത്മാസഹായം ഭജേഹം ജഗജ്ജാലപാലം കനൽ കണ്ഠമാലം ശരചന്ദ്രഭാലം മഹാദൈത്യകാലം നമോ നീലകായം ദുരാവാരമായം സുപത്മാസഹായം ഭജേഹം സദാംബോധിവാസം ഗളേ പുഷ്പഹാസം ജഗൽ സന്നിവാസം ശതാദിത്യഭാസം ഗദാചക്രഹസ്തം ലസൽപീതവസ്ത്രം ഹസചാരുവക്ത്രം ഭജേഹം രമാകണ്ഠകാരം ശ്രുതിപ്രാദസാരം ജലാന്തർവിഹാരം ധരാഭാരഹാരം ചിദാനന്ദരൂപം മനോജ്ഞസ്വരൂപം ധൃതാനേകരൂപം ഭജേഹം ജരാജന്മഹീനം പരാനന്ദപീനം സമാധാനലീനം സദൈവാനവീനം ജഗജ്ജന്മഹേതും സുരാനീകഹേതും ത്രിലോകൈകസേതും ഭജേഹം കൃതാംനായഗാനം ഖഗാധീശയാനം വിമുക്തേർനിദാനം ഹതാരാതിമാനം സ്വഭക്താനുകൂലം ജഗൽ വൃക്ഷമൂലം നിരസ്താർത്ഥശൂലം ഭജേഹം സമസ്താമരേശം ദിരേകാഭകേശം ജഗൽബിംബലേശം ഹൃദാകാശദേശം സദാ ദിവ്യദേഹം വിമുക്താഖിലേഹം സുവൈകുണ്ഠഗേഹം ഭജേഹം സുരാളി ബലിഷ്ടം ത്രിലോകീ വരിഷ്ടം ഗുരുണാഗരിഷ്ടം സ്വരൂപൈകനിഷ്ടം സദാ യുദ്ധധീരം മഹാവീരധീരം ഭവാംബോധിധീരം ഭജേഹം
രമാവാമഭാഗം തലാഭഗ്നനാഗം കൃതാധീനയാഗം ഗദാരാഗരാഗം മുനീന്ദ്രൈ സുഗീതം സുരൈ സംഭരീതം ഗുണൗഘൈരതീതം ഭജേഹം ഭജേഹം. ജഗജ്ജാലപാലം കനൽകണ്ഠമാലം ശരചന്ദ്രഭാലം മഹാദൈത്യകാലം നമോ നീലകായം ദുരാവാരമായം സുപത്മാസഹായം ഭജേഹം ഭജേഹം. നമുക്ക് ഭഗവാനെ എത്ര ആരാധിച്ചാലും മുഴുക്കുകയില്ല. നമുക്ക് ഗോവിന്ദ നാമസങ്കീർത്തനം ഒരു 5-6 വരിയോടെ ചൊല്ലാം. എല്ലാം ചൊല്ലാനുള്ള സമയം കിട്ടത്തില്ല. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ജയ ഗോവിന്ദ ഗോവിന്ദ. ഭക്തജനപ്രിയ ഗോവിന്ദ പങ്കജലോചന ഗോവിന്ദ. ഭക്തജനപ്രിയ പങ്കജലോചന പരമാനന്ദ ഗോവിന്ദ. മത്സ്യകളേബര ഗോവിന്ദ വത്സകപാലക ഗോവിന്ദ. മത്സ്യകളേബര വത്സകപാലക ശ്രീവത്സാംഗിത ഗോവിന്ദ. ധർമ്മപരാശ്രയ ഗോവിന്ദ കർമ്മവിനാശന ഗോവിന്ദ. ധർമ്മപരാശ്രയ കർമ്മവിനാശന കൂർമ്മതനോജയ ഗോവിന്ദ. ഹൃദകിടിമൂർത്തേ ഗോവിന്ദ ഹൃദജഗദാർത്തേ ഗോവിന്ദ. ഹൃദകിടിമൂർത്തേ ഹൃദജഗദാർത്തേ ഹൃദശുഭകീർത്തേ ഗോവിന്ദ. നരഹരി വിഗ്രഹ ഗോവിന്ദ നമിതാമരവര ഗോവിന്ദ. നരഹരി വിഗ്രഹ നമിതാമരവര ഹതരിപു സഞ്ജയ ഗോവിന്ദ. വാമനമൂർത്തേ ഗോവിന്ദ പാവന കീർത്തേ ഗോവിന്ദ. വാമനമൂർത്തേ പാവന കീർത്തേ മോഹന കീർത്തേ ഗോവിന്ദ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ജയ ഗോവിന്ദ ഗോവിന്ദ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ജയ ഗോവിന്ദ ഗോവിന്ദ. നമ്മൾ ഇവിടെ അക്രൂര സ്തുതി ഭഗവാനെ, അതായത് അക്രൂരൻ ജലത്തിൽ മുങ്ങിയപ്പോൾ പരമാത്മാവായ ഈശ്വരൻ നാരായണൻ ഭഗവാൻ മഹാവിഷ്ണു അനന്തശയനിൽ ഇങ്ങനെ കിടക്കുന്ന വെള്ളത്തിൽ കിടന്ന് മുങ്ങിയപ്പോൾ കണ്ടതാണ്. അപ്പോൾ അദ്ദേഹം ഭഗവാനെ വാഴ്ത്തി സ്തുതിക്കുന്നു. ആ ഭഗവാന്റെ ചുറ്റിനും ദേവന്മാരും ഭഗവാന്റെ ഭാര്യമാർ ഇരുപുറവും എല്ലാവരും ഭജിക്കുന്നു. അങ്ങനെ അക്രൂരന് സ്തുതി തുടങ്ങി. ആ സ്തുതിയിലെ ഒടുക്കം എന്താ പറയുന്നത്? നമ്മൾ ഭഗവാനെ സച്ചിദാത്മാവാം അഹം, ഭഗവാൻ നാരായണൻ സച്ചിദാത്മാവ് നമ്മുടെ ഉള്ളിൽ അഹം, നമ്മളെല്ലാം അതാണെന്നറിയാതെ, സച്ചിദാത്മാവ് അഹം എന്നതറിയാതെ നമ്മളൊക്കെ അതാണ്. ഇപ്പോൾ ജഗദമ്മ പറഞ്ഞില്ലേ, അമ്മ ചിരിച്ചപ്പോൾ ഞാനും ചിരിച്ചു. എന്താ കാരണം? എന്നിലിരിക്കുന്ന ഞാനും ജഗദമ്മയിലിരിക്കുന്ന ഞാനും ഞാനാണല്ലോ. അപ്പോൾ പിന്നെ ചിരി വരുമ്പം ചിരിക്കത്തില്ലേ? എന്താ കാരണം? അതാണ്, അല്ല വേറൊന്നുമല്ല, എല്ലാം ഒന്നാണ്. അതുപോലെയാണ് നമ്മൾ വിചാരിക്കണം. അപ്പോൾ സച്ചിദാത്മാവ് അഹം എന്നതറിയാതെ നാം യഥാർത്ഥമായ പരമാത്മാവാണെന്ന് അറിയാതെ കണ്ട് മിഥ്യയാം ഈ ലോകത്തിലെ മിഥ്യയാകുന്ന പുത്ര ധാര അർത്ഥ സ്വജനങ്ങൾ നിത്യമെന്നോർത്ത് ഭ്രമിക്കുന്നു. നമ്മളെ ഉള്ളത്തിലിരിക്കുന്ന ഭഗവാനെ നമ്മൾ അറിയുന്നില്ല. എന്നിട്ട് മമത കൊണ്ട് എൻ്റേത് എന്താ, എൻ്റെ കുട്ടികൾ, എൻ്റെ സ്വത്ത്, എൻ്റെ വീട്, എൻ്റെ കൂട്, ഇതൊക്കെ ഇങ്ങനെ മിഥ്യയായ, ഇതെല്ലാം സത്യമല്ലാത്തതിനെ ഓർത്ത് ഭ്രമിക്കുന്നു. അന്വഹം സച്ചിദാത്മാവാഹം എന്നതറിയാതെ ഇച്ഛയായി മോഹിച്ച് ദ്വൈതാത്മചിത്തരായി വാഴുന്നവർ നിന്നെ ഏതും അറിയുന്നില്ല. ഇങ്ങനെ ഉള്ള ദ്വൈതാത്മാക്കൾ, എന്താ ദ്വൈതാത്മാക്കൾ
രണ്ടെന്നുള്ളവർ, മമത, ഞാനെന്നും നീയെന്നും, എന്നിലൊന്ന് വേറെ നിന്നിലൊന്ന് വേറെ. എന്നാൽ അദ്വൈതമായിരിക്കുന്ന ജ്ഞാനികൾ എന്താ? അദ്വൈതം, ഞാനും നീയും ഒന്നാണ്, ജഗദമ്മയും ഞാനും, അല്ലെങ്കിൽ ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങളും എല്ലാം, എല്ലാ ഭക്തമക്കളായാലും ഈ ലോകത്തിൽ ഒരു പുൽക്കൊടി തൊട്ട് പുൽക്കൊടി എന്ന് വെച്ചാൽ എന്താ, ഒരു എന്ത് ഏറ്റവും ചെറുതായത് തൊട്ട് വലുതെന്താ? ബ്രഹ്മാവ്. അവിടം വരെ ഉള്ളതെല്ലാം ആരാണ്? പരബ്രഹ്മമാണ് എന്ന് അറിയുന്നില്ല, അറിയാതെ കണ്ട് വാഴുന്നു എന്ന് ദ്വൈതാത്മാക്കൾ, രണ്ടെന്നുള്ളവർ. എല്ലാം ഏകമാണെന്ന് അറിയുന്നില്ല. യഥാർത്ഥത്തെ അറിയുന്ന ജ്ഞാനികൾ എന്തറിയുന്നു? ഈ ഒരു പുൽക്കൊടി തൊട്ട് ബ്രഹ്മാവ് വരെ നാം തന്നെയാകുന്നു, സർവ്വതും ഞാനായവൻ ഞാനാകുന്നു, എല്ലാത്തിലും ഞാൻ തന്നെയാണ്, ഞാനല്ലാതെ മറ്റൊരു വസ്തു ഈ പ്രപഞ്ചത്തിൽ ഈ ത്രിലോകങ്ങളിലും ഇല്ല എന്ന് അറിയുന്നവനാണ് അറിവുള്ളവൻ. അതുകൊണ്ട് ഭക്തന്മാരായ വിദ്വാൻമാരിത് മനസ്സിലാക്കി സന്തോഷത്തിൽ ആനന്ദത്തിൽ കഴിയുന്നു. എന്നാൽ ദ്വൈതന്മാരായ രണ്ടെന്നുള്ളവർ എന്ത് ചെയ്യുന്നു? അങ്ങനെ നിന്നെ ഏതും അറിയാതെ കേഴുന്നു, കരയുന്നു. പാഴായ സംസാര സാഗരെ, ഈ പാഴായ സംസാരം എന്താ? ഇത് ദുഃഖാബ്ധിയാണ്. ഇത് ദുഃഖത്തിൻ്റെ, ദുരിതത്തിൻ്റെ ഒരു പ്രപഞ്ചം. അങ്ങനെയാണ് ഈശ്വരൻ അങ്ങനെ വച്ചേക്കുന്നത്. അതിൽ കിടന്നു നരകിക്കുന്നു, കേഴുന്നു, കരയുന്നു രണ്ടെന്നുള്ളവർ. ഞാനെന്നും നീ എന്നുള്ള മമത ഉള്ളവർ, അവർ യഥാർത്ഥത്തെ മനസ്സിലാക്കാതെ ഈശ്വരനെ അറിയുന്നില്ല. അതുകൊണ്ട് അവരെ ഉള്ളത്തിൽ എല്ലാം മമതയാണ്. അതുകൊണ്ട് അവർ കേഴുന്നു, പാഴായ സംസാര സാഗരെ. ഈ വെറും ഒരറിവില്ലാത്ത ഈ അവിദ്യയാകുന്ന ഈ ലോകത്തിൽ, അതായത് ഈ പുറം ലോകത്തിൽ, അതാണ് സംസാരം, ദുരിതം, വിഷമം. അവിടെ സുഖമില്ല, ആനന്ദമില്ല. എന്താ ഈ ലോകത്തിൽ ഉള്ള സുഖം? നമുക്കത് ആനന്ദം തരുന്നതല്ല. ഒന്നിലും ആനന്ദം അറിയണമെങ്കിൽ നമ്മൾ ഏകമായ ഈശ്വരൻ നമ്മുടെ ഉള്ളത്തിൽ പരമാത്മാവ് വസിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആനന്ദ നിർവൃതി ഉണ്ടാവുകയുള്ളൂ. അതുപോലെ നമ്മൾ എന്ത് ചെയ്യും? കരഞ്ഞും വിഷമിച്ചും അങ്ങനെ കഴിഞ്ഞു പോയി കുമിള പൊട്ടി പോകുന്നത് പോലെ ഭൂമിയിൽ പിറക്കുന്നു, പിന്നെ ജീവിക്കുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ എന്താ? കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത സുഹൃതം ഉള്ളവരാണ് സാത്വികരായ, ത്രിഗുണങ്ങളായിട്ട് ഈ ഭൂമിയിൽ എല്ലാ ത്രിഗുണങ്ങളാണ്. എന്നാൽ കഴിഞ്ഞ ജന്മങ്ങൾ ആർജിച്ചു വെച്ച നല്ല സാത്വികന്മാരാണ് ഈ ജന്മങ്ങളിൽ നല്ല ഭക്തന്മാരായി വരുന്നതും. പുണ്യപ്രവർത്തികൾ ചെയ്യുന്ന അവർക്ക് കഴിഞ്ഞ ജന്മവാസന കൊണ്ടാണ്. അല്ലാത്തവർക്കൊക്കെ ഇങ്ങനെ കേഴാനേ സമയമുള്ളൂ. എന്നാൽ അത് മനസ്സിലാക്കി ഇനിയെങ്കിലും അതിൽ നിന്നൊരു മുക്തനായി വന്നാൽ നമുക്ക് ഇനിയും വരും ജന്മങ്ങളിലോ ഈ ജന്മങ്ങളിലോ തന്നെ നേടാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രം. അതുകൊണ്ട് പൂർവ്വജന്മാർജിത നമ്മൾ പൂർവ്വജന്മത്തിൽ ആർജിച്ച പുണ്യവാന്മാരാണ് ഇപ്പോൾ ഇവിടെ ജാതരായി വന്നിട്ട് പൂർവ്വ വേദോക്ത സംയുക്തരായി നിഷ്കാമ കർമ്മ വൈരാഗ്യ സമ്പന്നരായി ദുഷ്കൃതഹീനരായി. അങ്ങനെ ഉള്ളവർ ദുഷ്കർമ്മങ്ങൾ ചെയ്യത്തില്ല. ഹീനം ദുഷ്കർമ്മങ്ങൾ ചെയ്യാതെ സൽഗുരു ഭക്തരായി എല്ലാ നല്ല ഗുരുക്കന്മാർ, സൽഗുരുക്കൻ, അത് കാപട്യമുള്ള ജയിലിൽ കിടക്കുന്ന കപട സന്യാസികളെയല്ല, യഥാർത്ഥ ഒരു ഗുരുവിനെ ഭക്തി കൊണ്ട് ഒരു ഭക്തൻ അങ്ങനെയാണ്. യഥാർത്ഥ ഗുരുവിനെ ഈശ്വരന് തുല്യമായി കണ്ടിട്ട് വേദാന്ത ശാസ്ത്ര ശ്രവണ മനനാദി സാധനാൽ ഇന്ദ്രിയ നിഗ്രഹശീലരായി. അങ്ങനെ വേദങ്ങളെല്ലാം പഠിച്ച്, ശാസ്ത്രങ്ങളൊക്കെ പഠിച്ച്, ശ്രവണം കേട്ടും മനനം ചെയ്തും സാധനാൽ അങ്ങനെ അത് സാധനയാക്കി മാറ്റും. ഇതൊക്കെ എപ്പോഴും നമ്മുടെ മുന്നിൽ എപ്പോഴും ചിലരുടെ കക്ഷത്തിരിക്കും ബൈബിള്. എവിടെ പോയാലും ബൈബിള് കയ്യിലിരിക്കും. നമ്മളൊരു ഒരു ഭഗവത്ഗീത കയ്യിലിരിക്കുന്നുണ്ടോ? ഈ ക്രിസ്ത്യൻസ് എവിടെ പോയാലും ഒരു ബൈബിൾ എടുത്ത് കൈ വെച്ചേക്കുന്ന കാണാം. അത് അവരുടെ ബലമാണ്, അത് പരമാത്മാവാണ്. അതുകൊണ്ടാണ് നമുക്ക് എവിടെ പോയാലും നമുക്ക് വേറെ കുറേ ആഭരണങ്ങളൊക്കെ നമുക്ക് മുന്നേ കരുതും. ഒരു ഭക്തൻ്റെ കയ്യിലെങ്കിലും ഉണ്ടോ ഒരു കുഞ്ഞു പുസ്തകമെങ്കിലും? ഇല്ല. കാരണം ഇവിടെ വേദാന്ത ശാസ്ത്ര ശ്രവണ മനനാദി, ഇതൊക്കെ ശ്രവണം കേട്ടും മനനം ചെയ്തും അതൊരു സാധനയാക്കി വയ്ക്കും. അല്ലെങ്കിൽ മനനം ചെയ്താലും മതി, പുസ്തകത്തിൽ കൈവെക്കണമെന്നില്ല. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ മനനം ചെയ്യണം. ഭഗവാനുള്ള ചിന്ത എപ്പോഴും വേണം. അങ്ങനെ മനനം ചെയ്തെങ്കിൽ സാധനയാവും. ഇപ്പം സംഗീതക്കാർ ദിവസേന 4 മണിക്കൊക്കെ എഴുന്നേറ്റ് സാധകം ചെയ്തിട്ടാണ് വയലിൻ വായിക്കുന്നതായാലും പാട്ട് എല്ലാം തൊണ്ടയ്ക്ക് സാധകം, കൈയുടെ വിരലിന് സാധകം. ഇതൊക്കെ അങ്ങനെ വന്നെങ്കിലേ എപ്പോഴും നിത്യത്തുള്ള അഭ്യാസം എന്ന് പറയുന്നത് പോലെ ഈ ഭഗവാൻ നമ്മുടെ പരമാത്മാവിനെ തന്നെ നമ്മളെപ്പോഴും സാധന ചെയ്യുക എന്ന് വെച്ചാൽ മനനം ചെയ്യുക. ഈ മനനാദി കൊണ്ടാണ് നമുക്ക് സാധന ഇന്ദ്രിയ നിഗ്രഹം ഉണ്ടാവും. ഈ സർവ്വ ഇന്ദ്രിയങ്ങളും നമുക്ക് പിൻവലിക്കാൻ പറ്റൂ. എടുത്തിയാടി ഒന്നിലേക്കും ഭ്രമിച്ച് ഓടുകയില്ല.
നമ്മൾ ബെല്ലും ബ്രേക്കും ഇല്ലാതെ ഓടുന്ന എന്താ? കുതിരയ്ക്ക് കടിഞ്ഞാണിടാതെ ഓടുന്നത് എന്താ? നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ട്. ഇന്ന് ഒരുപാട് പേർക്ക് പ്രാർത്ഥനയ്ക്കായിരിക്കുമ്പോഴും മറ്റു കാര്യങ്ങളാ ചിന്ത, ധ്യാനിക്കാനിരിക്കുമ്പോഴും എന്താ മനസ്സ് മറ്റെവിടേക്കോ ഓടുകയാണ്. കാരണം അവർക്ക് സാധനയില്ല, അവർക്ക് മനനമില്ല, മനനം ചെയ്യുന്നില്ല, ഈശ്വരനെ ഉള്ളത്തിൽ ആക്കുന്നില്ല. അതുകൊണ്ടാണ് അവരുടെ മനസ്സ് എവിടേക്കോ ഓടുന്നത്. അവർ ഈ ലോക ചിന്തയിലേക്കുള്ള ശ്രദ്ധയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഇന്ദ്രിയ നിഗ്രഹശീലരായിട്ട് ആരാണ് കഴിഞ്ഞ ജന്മത്തിൽ ആർജിച്ചു വെച്ച നല്ല നല്ല പ്രവൃത്തി കൊണ്ട് ഈശ്വര സൽക്കർമ്മങ്ങൾ ചെയ്തും ഭഗവാനെ അത്രമാത്രം ഭക്തിയോടെ ആരാധിച്ചാണ് കഴിഞ്ഞ ജന്മം ആർജിച്ചു വെച്ച അങ്ങനെയുള്ള ഭക്തന്മാരാണ് ഈ ജന്മം ജനിച്ച് ഇതെല്ലാം നേടുന്നത്. സാത്വികമായ ഒരു ജനനം ഉണ്ടായിട്ട് ഈ കർമ്മങ്ങളെല്ലാം മമതയെല്ലാം മാറി ഇങ്ങനെ ഭഗവാനെ തന്നെ ആശ്രയിക്കുകയും ഭക്തിപരമായി ഇരിക്കുകയും സൽഗുരു ഭക്തരായി ഇരിക്കുകയും ഒക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണ്. ആർജിക്കണം, നമ്മൾ കഴിഞ്ഞ ജന്മങ്ങൾ ആർജിച്ചു വെക്കണം. അതല്ലെങ്കിൽ ഈ ജന്മമെങ്കിൽ നമ്മൾ ആർജിച്ചാൽ നമ്മൾ വരും ജന്മങ്ങളിലെങ്കിലും ഇതുപോലെ ആകാം. അതുകൊണ്ട് ദേഹേ ഇന്ദ്രിയാദി തത്വങ്ങൾ സമസ്തവും ഗേഹപുത്ര അർത്ഥ കളത്ര വർഗവും പഞ്ചഭൂതത്തിൽ നിന്നുണ്ടായി ദേഹാദി പഞ്ചഭൂതാകാരമല്ലാതെ ഇല്ലിവ. ഇതെല്ലാം ആര് മനസ്സിലാക്കുന്നു? ഒരു ഭക്തൻ മനസ്സിലാക്കുന്നു. ഈ പഞ്ചഭൂതത്തിൽ നിന്നുണ്ടായാണ് നമ്മുടെ ദേഹം. ഈ ദേഹം നമുക്ക് മിഥ്യയാണ്, ഇത് സത്യമല്ല, ഇത് ഇന്ന് അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ അടുത്ത നിമിഷം ഇത് നശിക്കുന്നതാണെന്ന് മനസ്സിലാക്കുന്നു ഒരു വിദ്വാൻ, ഒരു ഭക്തൻ. അതുകൊണ്ട് പഞ്ചഭൂതാകാരമല്ലാതെ ഈ പഞ്ചഭൂതങ്ങൾ നിർമ്മിച്ച ഈ ദേഹങ്ങളല്ലാതെ ഒരു പക്ഷിയായാലും മൃഗമായാലും മനുഷ്യനായാലും എന്തുമായാലും അങ്ങനെ അല്ലാത്ത ഒന്നും തന്നെ ഈ ഭൂമിയിൽ ഇവിടെ ഒന്നും തന്നെ ഇല്ല. ഇതൊക്കെ ഭഗവാന്റെ മായയിൽ നിന്നുണ്ടായതാണ്, ഈ പ്രപഞ്ചത്തിൽ നിന്നുണ്ടായതാണ്. പഞ്ചഭൂതം കൊണ്ടുണ്ടാച്ച മണ്ണ്, ജലം, അഗ്നി, പിന്നെ വായു, ആകാശം, 5 ഭൂതങ്ങൾ. ഇതാണ് നമ്മുടെ ശരീരം നമ്മുടെ ശരീരം ഇങ്ങനെ നിർമ്മിച്ചതാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ പഞ്ചഭൂതത്തിലുണ്ടായി നിർമ്മിതം എന്ന് പറയുന്നത്. അത് അങ്ങനെ അല്ലാത്തതായി ഒരു ജീവജാലങ്ങളും ഇവിടെ ഈ പ്രപഞ്ചത്തിലില്ല. എല്ലാം ഇങ്ങനെ തന്നെയാണ്, ഒരു പക്ഷിയായാലും എന്തുമായാലും. അതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഒരേ പാത്രങ്ങൾ എന്ന പോലെ. എങ്ങനെയാ? മൃത്തിൽ അതിന് കണ്ടു വായിക്കണം. അവിടെ വരെ നമ്മൾ വായിച്ചതെന്ന് തോന്നുന്നു. നമുക്ക് കണ്ടു വായിക്കാം. ദേഹേ ഇന്ദ്രിയാദി തത്വങ്ങൾ സമസ്തവും ഗേഹപുത്ര അർത്ഥ കളത്ര വർഗങ്ങളും. ഗേഹം വീട്, പുത്രന്മാർ, കളത്രം ഭാര്യയോ ഭർത്താവോ, മറ്റ് വർഗങ്ങളും എന്ന് വെച്ചാൽ മിത്രങ്ങളും എല്ലാവരും ഈ പഞ്ചഭൂതത്തിൽ നിന്നുണ്ടായി. ദേഹാദി പഞ്ചഭൂത ആകാരം ശരീരം അല്ലാതെ ഒന്നും ഇവിടെ ഇല്ല. ഈ പ്രപഞ്ചം മൊത്തവും പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ച പക്ഷിയായാലും മൃഗമായാലും എല്ലാം അങ്ങനെയാണ്. അത് എങ്ങനെയെന്നാൽ മൃത്തിൽ ഘടശബ്ദമെന്ന പോലെ തോന്നും. തത്വഭേദങ്ങൾ വചനം മാത്രം തന്നെ. ഇവിടെ മൃത്ത് എന്ന് വെച്ചാൽ മണ്ണ് കൊണ്ട് ഘടം, അത് കുടം. നമ്മൾ മണ്ണ് കൊണ്ടാണല്ലോ കുടം ഉണ്ടാക്കുന്നത്. പക്ഷേ കുടത്തിന് നമ്മൾ മണ്ണെന്ന് പറയുന്നില്ല. കുടത്തിനെ നമ്മൾ കുടം, കലം എന്ന് പറയുന്നത്. മണ്ണുകൊണ്ട് ഉണ്ടാക്കുന്ന എന്ത് പാത്രങ്ങളാണ് എല്ലാം പല പല രീതിയിൽ നമ്മൾ പാത്രങ്ങൾ, എന്താ പറയുക, പണ്ടൊക്കെ നമ്മൾ ആഹാരം കഴിക്കുന്ന ഈ പാത്രം ഉണ്ടാക്കുമല്ലോ, കഞ്ഞിയൊക്കെ കുടിക്കാൻ, ചോറൊക്കെ. അന്ന് പണ്ടൊക്കെ എൻ്റെ കുട്ടികളെ ഇങ്ങനെ മണ്ണുകൊണ്ട് ഉണ്ടാക്കുന്ന പാത്രങ്ങളുണ്ട്. അങ്ങനെ പല പല രീതിയിലുള്ള പാത്രങ്ങളാണ്. പക്ഷേ കാര്യം എന്താ? മണ്ണാണ്. അത് കുടമായാലും കലമായാലും പാത്രങ്ങളായാലും എല്ലാം അന്നൊക്കെ ഒരു കാലം മണ്ണുകൊണ്ടായിരുന്നു. അതിനിടയ്ക്കൊക്കെ അന്ന് ഈ വേറൊരു സൈസ് കുപ്പിപ്പിഞ്ഞാണൊക്കെ ഉണ്ട്. അതൊക്കെ പ്രധാനമായിട്ട് നമ്മുടെ വീട്ടിൽ കരുതിയേക്കും. പക്ഷേ സ്ഥിരമായിട്ട് കുട്ടികൾക്ക് കഞ്ഞി കുടിക്കാനൊക്കെ ഈ മണ്ണുണ്ടാക്കുന്ന പാത്രമായിരുന്നു. എൻ്റെയൊക്കെ ഒരു 4-5 വയസ്സ്. പിന്നെ പോകെ അതൊക്കെ മാറി. എനിക്കത് ഇപ്പോഴും ഓർമ്മയുണ്ട്. നമുക്ക് കഞ്ഞിയൊക്കെ ചിലപ്പോൾ അതിനകത്ത് തരുന്നതായിട്ട്. അപ്പോൾ അതെന്താ? മൃത്തിൽ, അത് മണ്ണിൽ, ഘടം, ഈ കുടം, ശബ്ദം എന്ന പോലെ. പക്ഷെ ശബ്ദമാണ് നമ്മൾ കുടമെന്ന് പറയുന്നു. പക്ഷേ സംഗതിയിൽ എന്താണ്? മണ്ണാണ്. അത് കുടമായാലും കലമായാലും എന്ത് പാത്രമായാലും സംഗതി മണ്ണാണ്. അതുപോലെ തത്വഭേദങ്ങൾ വചനം മാത്രം തന്നെ. നമ്മളിതെല്ലാം ഓരോരോ ഭേദങ്ങളാണ്. ചട്ടി, പാത്രം, അല്ലെങ്കിൽ എന്താ പറയുക, കലം, കറിച്ചട്ടി, കുടം, കലം എന്നൊക്കെ നമ്മൾ പറയുന്നു. അങ്ങനെ പേര് മാത്രമേ പറയുള്ളൂ. സംഗതി തത്വം അതെന്താണ്? മണ്ണാണ്. അതുപോലെ തന്നെയാണ് നമ്മളും. നമ്മൾക്കിന്ന് പിന്നെ പശുവെന്നോ ആനയെന്നോ കുതിരയെന്നോ മനുഷ്യനെന്നോ മൃഗമെന്നോ നായെന്നോ പൂച്ച എന്ത് പറഞ്ഞാലും കാക്കയെന്നോ ഒക്കെ പറയാം. പക്ഷേ ആ നാമം മാത്രമേ ഉള്ളൂ. ബാക്കി അതിലുള്ള തത്വം എന്താണ്? പരമാത്മാവാണ്.
ഇതിലൊക്കെ കുടികൊള്ളുന്നത് മണ്ണാണ്. ഈ ചട്ടികളിലും കലത്തിലും കുടത്തിലും എല്ലാം മണ്ണ് തന്നെയാണ്. നമ്മൾ പറയുമ്പോൾ അതിൻ്റെ നാമം എന്താ പറയുക, ഓരോ പേര് പറയുന്നു. സംഗതി എല്ലാം പരബ്രഹ്മമാണ്. അവരെല്ലാം കുടികൊള്ളുന്നത്. എല്ലാ ജീവനിലും പരമാത്മാവിൻ്റെ അംശമായതുകൊണ്ട് സർവപാത്രങ്ങളിലും മണ്ണായതുപോലെ നമ്മൾ എന്ത് ജീവജാലങ്ങളെ പക്ഷിയെന്നോ കാക്കയെന്നോ പൂച്ചയെന്നോ മനുഷ്യനെന്നോ എന്ത് പറഞ്ഞാലും ഓരോ പാത്രം പോലെയാണ്. ചട്ടി, കലം, കുട എന്ന് പറയുന്നത് പോലെയാണ് നമ്മളെല്ലാവരും. പേര് മാത്രമേ മാറ്റമുള്ളൂ. സംഗതി മൊത്തവും പരമാത്മാവാണ്, എല്ലാത്തിലും കുടികൊള്ളുന്നത്. ഇതാണ് ഇതിൻ്റെ ഉദാഹരണം. അതുകൊണ്ട് മൃത്തിൽ ഘട ശബ്ദം എന്ന പോലെ കുടം എന്ന് പറയുന്നു, മണ്ണെന്ന് പറയുന്നില്ല. ഒരു മണ്ണുകൊണ്ടുണ്ടാക്കിയ കുടത്തിനെ നമ്മൾ കുടമെന്ന് പറയുന്നു. കലം, ചട്ടി, പാത്രം ഇങ്ങനെ പറയുന്നു. അതുപോലെ തത്വഭേദങ്ങൾ വചനം മാത്രം, നമ്മൾ വചനം മാത്രമേ ഇതിനകത്ത് ഭേദമായിട്ടുള്ളൂ. ഇവിടെ മനുഷ്യരെന്നും മൃഗമെന്നൊക്കെ പറയുന്ന പേര് മാത്രം, പശു, ആന, മനുഷ്യൻ എന്നൊക്കെ പറയുന്ന പേരിന് മാത്രമേ ഇവിടെ ഭേദമുള്ളൂ മക്കളെ. ബാക്കി അതിലെല്ലാം വസിക്കുന്നത് ഒരേ ഒരു മണ്ണ് തന്നെയാണ്. എന്ന് വെച്ചാൽ പരമാത്മാവ് തന്നെയാണ്. എല്ലാ പാത്രത്തിലും മണ്ണെന്ന് പറയുന്നത് പോലെ സർവ്വജീവജാലങ്ങളിലും പുഴുതൊട്ട് ബ്രഹ്മാവ് വരെയുള്ള സർവത്തിലും പരമാത്മാവ് തന്നെയാണ് വസിക്കുന്നത്. അതായത് പാത്രങ്ങളിലെല്ലാം മണ്ണ് കൊണ്ടുണ്ടാക്കിയതുപോലെ തന്നെ നമ്മളെല്ലാം പരമാത്മാവിൻ്റെ ചൈതന്യം തന്നെയാണ്. ഇപ്പം ഇത്രയൊക്കെ നന്നായി മനസ്സിലായി കാണുമെന്ന് ഞാൻ ഊഹിക്കുന്നു. ഇത്തം അറിഞ്ഞ് ഭൂതങ്ങൾ അഞ്ചും ശബ്ദാദി മാത്രകളായ തൽക്കാരണേ ചേർത്ത് വിചാരിച്ചു പേർത്ത് നോക്കുന്നേരം മാത്രകളല്ലാതെ ഇല്ലിഹ ഭൂതങ്ങൾ. ഇതെല്ലാം ഓർത്ത് കണ്ടാൽ ഇവിടെ എന്താണ് എല്ലാം ഇവിടെ ഉള്ളത് എന്താ, ഈ ഭൂതങ്ങളെല്ലാം വേറൊന്നും തന്നെ അല്ല. ഇതെല്ലാം ഈ പേര് മാത്രമേ മാറ്റമുള്ളൂ. ബാക്കി ഇത് ഓർത്ത് കണ്ടാൽ ഇതെല്ലാം മൊത്തവും ഈ ഭൂതങ്ങൾ നമ്മളെല്ലാവരും ഏത് ജീവജാലങ്ങളും എല്ലാം ഓർത്താൽ ഒന്ന് തന്നെ, പരമാത്മാവ് തന്നെ. നേർത്തുള്ള പഞ്ചവർണ്ണങ്ങളാൽ ഇന്നിഹ തീർത്തൊരു ചിത്രങ്ങൾ പോലെ ഭൂതങ്ങളും. ഈ നേർത്തുള്ള പഞ്ചവർണ്ണങ്ങളാൽ ഇന്നിഹ 5 വർണ്ണങ്ങൾ കൊണ്ട് ഇവിടെ എന്ത് വരുന്നു, തീർത്ത്. ഇത് ചിത്രങ്ങൾ പോലെയാണ്. നമ്മളെല്ലാം ഓരോ പടങ്ങൾ പോലെയാണ്. ഇതെല്ലാം തീർത്ത് വെച്ചേക്കുക പഞ്ചഭൂതങ്ങൾ കൊണ്ട്. എന്താ, ചിത്രങ്ങൾ പോലെ, പല പല വർണ്ണങ്ങൾ പോലെ. ഓരോരുത്തർക്കും ഓരോ വർണ്ണങ്ങൾ. നമുക്കെല്ലാം ഇന്ന് ഒരേ ആകൃതിയോ വർണ്ണങ്ങളാണോ, നിറമോ ആണോ? ഓരോരുത്തർക്കും ഓരോ വർണ്ണമല്ലേ. മനുഷ്യനൊരു വർണ്ണം, കാളയ്ക്കൊരു വർണ്ണം, അത് പശുവിനൊരു വർണ്ണം, ആനയ്ക്കൊരു വർണ്ണം, ഓരോരുത്തർക്കും ഓരോ നിറങ്ങൾ. എൻ്റെ ബുദ്ധി കൊണ്ടാണ് പറയുന്നത്. എൻ്റെ ബുദ്ധിയൊന്നുമില്ല, എൻ്റെ യുക്തി കൊണ്ട് ഇങ്ങനെ പറയുന്നത്. എനിക്ക് അല്ലാതെ എനിക്ക് അറിയത്തില്ല. കാരണം നമുക്ക് ചിന്തിച്ചാൽ ഇങ്ങനെ മനസ്സിലാക്കാനുള്ള ഇതാണെന്ന് എൻ്റെ വിചാരം. ഇതെനിക്ക് ഒട്ടും തന്നെ അറിയാത്തൊരു വാക്കാണ് ഈ ഭാഗം. കാരണം ഈ പഞ്ചവർണ്ണങ്ങൾ വെച്ചാൽ ഈ 5 വർണ്ണങ്ങൾ. അതിപ്പം പൃഥ്വി, അപ്പു, തേയു, വായു, ആകാശം 5 എണ്ണമുള്ള ഈ വർണ്ണങ്ങൾ കൊണ്ട് ഇവിടെ എന്താ തീർത്തത്, നമ്മളെക്കാലേ തീർത്ത് വച്ചേക്കുന്ന ഓരോ ദേഹങ്ങൾ. അത് എന്താ, ചിത്രങ്ങൾ പോലെ. എൻ്റെ ചിത്രമാണോ ആനയ്ക്കുള്ള ചിത്രം, ആനയുടെ ചിത്രമാണോ പശുവിൻ്റെ ചിത്രം? നമ്മൾ നോക്കൂ, ഓരോന്നിനെയും പടം വരച്ച് നോക്കൂ, എല്ലാം ഒരുപോലെ ഇരിക്കുകയാണോ? അല്ല. എന്നാൽ ഇതെല്ലാം പഞ്ചഭൂതം കൊണ്ടുണ്ടാക്കി നിർമ്മിച്ചതല്ലേ. ഇതെൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു എന്താ പറയുക, എനിക്ക് ശരി വരുന്നത് എന്താ പറയുക, ഇത് ശരിയാണോ? എൻ്റെ ഉള്ളത്തിൽ എനിക്ക് ശരിയാ മക്കളെ. എനിക്ക് ശരിയാണെന്ന് തോന്നുന്നു, ഞാൻ ശരിയായിട്ട്. വേറെ ആരിനി ഇതിനകത്ത് ശരിയല്ലെന്ന് പറഞ്ഞാലും ഞാൻ ഇങ്ങനെ വിശ്വസിക്കുള്ളൂ. അത് എൻ്റെ ഉറപ്പാണ്. ഞാൻ ഇങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത്. ഇത് തന്നെയാണ് എൻ്റെ ഇഷ്ടം. ഇതിന് വേറൊരാൾ ഇങ്ങനെ അല്ല എന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ ഉറച്ച ഒരു ഉറപ്പ്, എൻ്റെ ഭഗവാൻ എന്നെക്കൊണ്ട് ഇതിങ്ങനെ തന്നെയാണ് ഉറപ്പിക്കുന്നത്. എനിക്കത് മതി. അതാണ് എൻ്റെ ധൈര്യം. അതുകൊണ്ട് ഇങ്ങനെ തീർത്ത് എന്ത് പഞ്ചവർണ്ണങ്ങളാൽ നിഹ, ഇവിടെ ഈ പഞ്ചഭൂതങ്ങൾ കൊണ്ടുണ്ടാക്കിയ തീർത്തൊരു ചിത്രം. അത് നമ്മളെല്ലാവരും ഓരോ പടങ്ങളാണ്. എന്നുവെച്ചാൽ ഇവിടെ ഉണ്ടാക്കുക കാക്കയും കിളിയും മനുഷ്യനും മൃഗങ്ങളും വൃക്ഷങ്ങളും എല്ലാം ഓരോരോ രീതിയിലാണ് വർണ്ണങ്ങളും നിറങ്ങളും പടങ്ങളും. മാത്രയിൽ കൽപ്പിതമെന്നറിഞ്ഞ ഇത് ഈ ഭൂതങ്ങളെല്ലാം മാത്രയിൽ കൽപ്പിതമെന്നറിഞ്ഞുടൻ മാത്രകൾ തൽക്കാരണമായ പാഴതിൽ പേർത്ത് വിചാരിച്ചു നേർത്തു പോയിടുന്നു. ആകാശമേഘം അതിൽ നിന്ന് വർഷിച്ച് പോകുന്ന തൽക്കാരണമായ വ്യോമനി മായാവിതനുടെ ഇന്ദ്രജാലം പോലെ. എങ്ങനെയെന്ന് വെച്ചാൽ ഇവിടെ ആകാശത്ത് മേഘമുണ്ട്. മേഘത്തിൽ നിന്ന് എന്ത് വരും, മഴ വർഷിക്കും. വർഷിച്ച് പിന്നെന്ത് ചെയ്യും, എവിടേക്ക് പോകുന്നു, തൽക്കാരണമായ വ്യോമനി മായാവി തരുടെ ഇന്ദ്രജാലം പോലെയാണ്. അതായത് നമുക്ക് മേഘത്തിൽ നിന്ന്, ആകാശത്ത് നിന്ന് നമുക്ക് മേഘം മഴയായി വരുന്നു. ആ മഴ വീണ്ടും തറയെ വന്നിട്ട് എന്തോ ചെയ്യുന്നത്, തിരിച്ചെവിടേക്ക് പോകുന്നു, ആകാശത്തേക്ക്. എങ്ങനെയാ,
നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടല്ലോ, നീരാവിയായി വീണ്ടും മേഘമായി മാറുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ മായാവി തങ്ങളുടെ ഇന്ദ്രജാലം പോലെ ഇവിടുത്തെ മായയാണല്ലോ ഈ ലോകം. അതുകൊണ്ട് ഇവിടെ മായ കൊണ്ട് തന്നെ ഇവിടെ ഒരു ഇന്ദ്രജാലം പോലെ ഇതൊക്കെ ബുദ്ധിമാന്മാർ നമ്മളെ പഠിപ്പിച്ചെടുത്തിട്ടുണ്ട് കുട്ടിനാളി. 6ലോ ഒക്കെ പഠിക്കുന്ന സമയത്ത് പിന്നെ മേഘങ്ങൾ എങ്ങനെ ഇവിടെ മഴ എങ്ങനെ ഉണ്ടാകുന്നു, മഴ എങ്ങനെയാണ് വരുന്നത്? ജലം നീരാവിയായി ആകാശത്തേക്ക് പോയി അത് ഘനീഭവിച്ച് മേഘങ്ങളായി മാറി അത് വീണ്ടും അത് ദ്രാവക രൂപത്തിലോട്ട് പെയ്തു വരുന്നു. ഇങ്ങനെയൊക്കെ പണ്ട് എന്തൊക്കെ പഠിച്ച ഓർമ്മ എന്താ എനിക്ക് അറിയാവൂ. അപ്പോൾ അത് എന്താ മായാവി ഇതുണ്ട് ഇന്ദ്രജാലം പോലെ. ഇത് എത്ര വർഷം മുമ്പ് എഴുതിയതാണെന്നറിയാവോ? ഇതൊക്കെ തന്നെയാണ് ഇവിടെ ശാസ്ത്രജ്ഞന്മാർ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ ഉള്ളതാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇതൊന്നും ആരും വായിച്ച് യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ നമുക്ക് ഇത്രയും ഇപ്പം മനസ്സിലായോ? അപ്പോൾ നമ്മളിത് വിചാരിച്ചാൽ എങ്ങനെയാ? അതുപോലെയാണ് നമ്മൾ വീണ്ടും 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 വരുന്നു പോകുന്നു. മായാജാലം എല്ലാം മായാജാലം അങ്ങനെ നാമമുണ്ടല്ലോ. അതാണ് ഇതാണ് ഇതിൻ്റെ സംഭവം. നമ്മൾ ഇത് ഓർത്താൽ ഈ പഞ്ചഭൂതം കൊണ്ട് നമ്മൾ പല പല ചിത്രങ്ങളിവിടെ ഉണ്ടായി. ഈ ചിത്രങ്ങളെല്ലാം വന്നും പോയി നിൽക്കുന്നു. ജനിച്ചും മരിച്ചും നിൽക്കുന്നു. ബുദ്ധിമാന്മാരായ വിദ്വാജ്ഞാനികൾ എന്ത് വരുന്നു? അഹം ഞാനെന്ന് മനസ്സിലാക്കി, അഹം ഞാൻ ബ്രഹ്മമാകുന്നെന്ന് മനസ്സിലാക്കിയിട്ട് പരമാത്മാവിൽ ചേർന്ന് ലയിച്ച് അവർ നന്നായി പരമാത്മാവിനെ ആനന്ദിച്ച് സുഖം അനുഭവിക്കുന്നു. അറിവില്ലാത്തവർ വീണ്ടും ഇങ്ങനെ ചിത്രപടം, ഈ പടം പോലെ നമ്മൾ വീണ്ടും ഭൂമിയിലൊരു പടം പോലെ വരുന്നു. ആ പടം വീണ്ടും തിരിച്ച് പോകുന്നു, പിന്നും വരുന്നു. ഇതാണ്. എനിക്കിതിൻ്റെയൊക്കെ അർത്ഥങ്ങളെല്ലാം പറയാനൊന്നും അറിഞ്ഞുകൂടാ, എങ്കിലും ഞാൻ ഒക്കുന്നിടത്തോളം പറയാം. അങ്ങനെ മായയാൽ പാഴിരുളെന്ന് തോന്നുന്നതും ആകാശമങ്ങതിൽ നീല നിറം പോലെ ഏകനാം ആത്മനി തോന്നുന്നു മായയും. ആകാശത്തിൽ നീല നിറം പോലെ അത് തോന്നലാണ്, നമുക്ക് തോന്നുന്നതാണ് ആകാശത്തിൽ നീല നിറം ഉണ്ടെന്ന്. എന്താ? ഏകനാം ആത്മനി തോന്നുന്നു മായയും. ഏകനായിരിക്കുന്ന ആ പരമാത്മാവ് എന്താ ഇവിടെ മായ കൊണ്ട് തോന്നിക്കുന്നതാണ്. ഇത് യഥാർത്ഥത്തിൽ ആകാശത്ത് നീല നിറമൊന്നുമില്ല, നമുക്ക് തോന്നുന്നു. ആകാശമങ്ങതിൽ മായയാൽ പാഴ് ഇരുളെന്ന് തോന്നുന്നതും ആകാശമങ്ങതിൽ നീല നിറം പോലെ ഏകനാം ആത്മനി തോന്നുന്നു മായയും. ഏകനായിരിക്കുന്ന പരമാത്മാവിൻ്റെ മായ കൊണ്ട് ഇത് തോന്നുന്നു. കാരണം മായ എന്ന് ഇന്ദ്രജാലമാണല്ലോ. നമ്മുടെ ഈ പ്രപഞ്ചം ഇന്ദ്രജാലമാണ്, മായാജാലമാണ്. അതൊക്കെ തോന്നലാണ്. ബ്രഹ്മാണ്ട ലോക പ്രപഞ്ചം ചരാ അചരം ബ്രഹ്മം ഒന്നെന്ന് വിചാര സംയുക്തരായി തോന്നും പ്രപഞ്ചം നിഴൽ പ്രായ തുല്യമായി തോന്നിയും പിന്നെ. അതായത് ബ്രഹ്മാണ്ട ലോക പ്രപഞ്ചം, ഈ ബ്രഹ്മാണ്ടം, ഈ ലോക പ്രപഞ്ചം മൊത്തം ചരാ അചരം. ഇതിലുള്ള ഈ പ്രപഞ്ചത്തിൽ ഈ ബ്രഹ്മാണ്ട ലോകമായിരിക്കുന്ന ഈ പ്രപഞ്ചം ചരവും അചരവും, ചരിക്കുന്നതും ചരിക്കാത്തതുമായ എല്ലാം ബ്രഹ്മം ഒന്നെന്ന്, അതെല്ലാം ഒന്ന് തന്നെയെന്ന് വിചാര സംയുക്തരായി തോന്നും. എങ്ങനെയാ? പ്രപഞ്ചം നിഴൽ പ്രായ തുല്യമായി. ഈ പ്രപഞ്ചം പരമാത്മാവിൻ്റെ നിഴലാണ്, അല്ലാതെ ഇവിടെ ഒന്നും തന്നെ ഇല്ല. ഈ പ്രപഞ്ചം മൊത്തം ഈ ചരിക്കുന്നതും ചരിക്കാത്തതെല്ലാം ബ്രഹ്മം ഒന്നെന്ന് വിചാര സംയുക്തരായി തോന്നും. പ്രപഞ്ചം നിഴൽ പ്രായ തുല്യമായി തോന്നിയും പിന്നെ മൃഗതൃഷ്ണ നാശവൽ സൂര്യകിരണേന തോന്നും മരീചിക. എങ്ങനെയെന്നാൽ സൂര്യൻ്റെ കിരണം കൊണ്ട് തോന്നുന്നു മരീചികയുണ്ടെന്ന്. സൂര്യനില്ലെങ്കിൽ കിരണമില്ലല്ലോ, പിന്നെ മരീചികയില്ല. അപ്പോൾ സൂര്യനുള്ളത് കൊണ്ടാണ് ഇവിടെ മരീചിക ഉണ്ടെന്ന് തോന്നുന്നതാണ്, അല്ലാതെ ഇല്ലാത്തതിനെ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്നത്. അതുപോലെയാണ് ബ്രഹ്മം ഉള്ളത് കൊണ്ടാണ് ഇവിടെ പ്രപഞ്ചത്തിൽ ഈ നിഴൽപ്രായ തുല്യമായി തോന്നുന്നത്. ബ്രഹ്മമില്ലെങ്കിൽ ഇവിടെ മായ ഇല്ലല്ലോ. മായ ഉള്ളതുകൊണ്ടല്ലേ നമുക്ക് ഇങ്ങനെ നമ്മളെല്ലാം ഉണ്ടെന്ന് തോന്നിക്കുന്നത്. ബ്രഹ്മം എന്നുള്ളത് ഉണ്ടെങ്കിൽ ഇവിടെ അത് സൂര്യനുണ്ടെങ്കിൽ കിരണവും ഉണ്ട്, ബ്രഹ്മമുണ്ടെങ്കിൽ മായയും ഉണ്ട്. ബ്രഹ്മമില്ലെങ്കിൽ മായയില്ല, സൂര്യനില്ലെങ്കിൽ കിരണമില്ല, അപ്പം മരീചികണം തോന്നൂല. ഇത് തോന്നലായതല്ല, ഇവിടെ നമ്മളെല്ലാം മിഥ്യയാണ്. നമ്മളെല്ലാം നാളെ ഇല്ലാത്തത് കൊണ്ട് ഇവിടെ എല്ലാം ഇത് തോന്നി നിൽക്കുന്നതാണ്. ഇതൊന്നും ശാശ്വതമല്ലാത്തതുകൊണ്ട് സൂര്യന് കിരണം എങ്ങനെ വന്നു? സൂര്യൻ ഉള്ളതുകൊണ്ടല്ലേ കിരണം വന്നത്. അതുപോലെ സൂര്യകിരണേന തോന്നും മരീചിക. ഈ മരീചിക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എനിക്ക് അറിയത്തില്ല. എൻ്റെ ഊഹം, ഞങ്ങളുടെ വിളയിലൊക്കെ ഞങ്ങൾ പോകുമ്പോൾ അതിരിച്ച് കുന്നുള്ള ഭാഗമാണ്, ഭയങ്കര തിളച്ച വെയിലത്ത് അക്കരെ കുന്നിലോട്ട് നോക്കുമ്പോൾ മരീചിക പോലെ ഇങ്ങനെ ഈ എന്തോ സമുദ്രം പോലെ നമുക്കിങ്ങനെ തിളങ്ങി ഇങ്ങനെ മിന്നി കിടക്കും.
അത് സൂര്യൻ്റെ കിരണങ്ങളാണ്. നട്ടു ഉച്ച സമയത്തൊക്കെ കണ്ണ് തുറന്ന് നോക്കാൻ വയ്യാത്ത രീതിയിൽ അതാണ് മരീചിക എനിക്ക് തോന്നുന്നത്. നമ്മുടെ അനുഭവമാണ് ഞാൻ ഈ പറയുന്നത്. എനിക്കല്ല മരീചികയുടെ അർത്ഥം എനിക്കറിയത്തില്ല. ഇതിനകത്ത് മരീചികയുടെ അർത്ഥമൊന്നും കിടപ്പില്ല. പക്ഷേ ഇത് തന്നെയാണ് സംഭവം. സൂര്യൻ ഉള്ളതുകൊണ്ടാണല്ലോ ഈ ഒരു തിളക്കം. നമ്മൾ ഇക്കരെ കുന്നിൽ നിന്ന് അക്കരെ കുന്നിലോട്ട് നോക്കുമ്പോൾ ഇങ്ങനെ ഓളം വെട്ടുന്ന പോലെ അങ്ങ് തിളക്കം പോലെ, അതിന് പറയാൻ എനിക്കറിയില്ല. അപ്പം നമുക്കൊന്ന് അവിടെ എല്ലാം എന്തോ ജലം കൊണ്ട് നിറയുന്നത് പോലെ, സമുദ്രമാണോ നമുക്ക് തോന്നിപ്പോവും. ആ തോന്നലാണ്. എന്താണ്? സൂര്യൻ്റെ കിരണം കൊണ്ട് ആ ശക്തിയേറിയ ചൂട്, അതുകൊണ്ട് ആ പ്രകാശം, ആ കിരണത്തിൻ്റെ ഇതുകൊണ്ട് നമുക്ക് തോന്നിക്കുന്നത്. സത്യത്തിൽ അവിടെ വല്ലതും ഉണ്ടോ? അക്കരെ ചെല്ലുമ്പോൾ ആ കുന്നിൽ എന്തെങ്കിലും ഉണ്ടോ? ഇക്കരെ കുന്നിൽ നോക്കുമ്പോഴാണ് അക്കരെ തോന്നിക്കുന്നത്. അതെന്താ? തോന്നലാണ്. അതൊക്കെ മായയാണ്, നമുക്ക് തോന്നലാണ്. അല്ലാതെ അവിടെ ഒന്നും തന്നെ അവിടെ ചെന്ന് നോക്കുമ്പോൾ എന്നാൽ പിന്നെ ഇക്കരെ നിൽക്കുമ്പോൾ ഈ കുന്നിലും കാണണ്ടേത്. അക്കരെ കുന്നിൽ നിൽക്കുന്നവർക്ക് ഇക്കരെ നോക്കുമ്പോൾ കാണും. അത് തോന്നൽ. അതുപോലെ നമ്മൾ സർവ്വതും ഈ പ്രപഞ്ചത്തിലെ അചരങ്ങളും ഇവിടെ നിഴൽ പോലെ ഇതെല്ലാം തോന്നലാണ്. ഈ പ്രപഞ്ചം മിഥ്യയാണ്. ഇപ്പം മനസ്സിലായി കാണുമല്ലേ? സൂര്യൻ ഇല്ലെങ്കിൽ എന്തില്ല? മരീചികയില്ല, ഈ തോന്നലില്ല. സൂര്യൻ ഉള്ളത് കൊണ്ടാണ് ഇവിടെ അതിൻ്റെ കിരണേന, സൂര്യഭഗവാന്റെ കിരണം കൊണ്ടാണ് ഇവിടെ തോന്നുന്നത് ഈ മരീചിക ഉണ്ടെന്ന്. അതുകൊണ്ട് സൂര്യൻ ഇല്ലെങ്കിൽ മരീചികയും ഇല്ല. കാരണമാം ബ്രഹ്മം എന്നങ്ങ് ഇരിക്കയാൽ, അതുകൊണ്ട് ഈ ബ്രഹ്മം അങ്ങനെ എന്നിരിക്കയാൽ കാര്യപ്രപഞ്ചങ്ങൾ മായയാ തോന്നുന്നു. അതുകൊണ്ട് ബ്രഹ്മം ഉള്ളത് കൊണ്ട് ഈ പ്രപഞ്ചങ്ങളൊക്കെ മായ കൊണ്ട് നമുക്ക് തോന്നുന്നു. അതുകൊണ്ട് ഇതുണ്ടെന്ന് നമുക്കവിടെ തോന്നുന്നു. ഇതെല്ലാം സത്യത്തിൽ ബ്രഹ്മം ഉള്ളതുകൊണ്ടാണ്. ബ്രഹ്മം ഇല്ലെങ്കിൽ ഇതുണ്ടാവത്തില്ല. ഇതില്ല. പിന്നെ ഈ മായ ഇവിടെ ഇല്ല. സൂര്യൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് തോന്നിക്കുന്നു അവിടെ മരീചിക ഉണ്ട് എന്ന്. സത്യത്തിൽ മരീചിക ഉണ്ടോ? ഇല്ലല്ലോ. അതുപോലെയാണ് ഇവിടെ ബ്രഹ്മം ഉള്ളത് കൊണ്ടാണ് മായ വന്നത്. ആ മായ ഉള്ളതുകൊണ്ടാണ് നമുക്ക് തോന്നുന്നത്. അതെന്താ? മായ, ജാലവിദ്യ, ഈ കൺകെട്ട് വിദ്യ എന്ന് പറയുന്നത് പോലെ ഒരു സാധനമായത്. മായാവികാരങ്ങൾ മിഥ്യയെന്നാകയാൽ, ഈ മായ കൊണ്ട് നമ്മൾ വികാരം എടുക്കുന്നതൊക്കെ ഇത് മിഥ്യയെന്നാകയാൽ, എന്നാൽ സത്യമല്ലാത്ത എന്നതുകൊണ്ട് മായയ്ക്ക് കാരണം ആത്മാവിനില്ലെന്നും ഈ മായയ്ക്ക് ഉള്ള കാരണം ഒന്നും ഇവിടെ പരമാത്മാവിനോട്ട് ഇല്ലതാനും. അത് സൂര്യൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? സൂര്യന് ഒരു മരീചികയും സൂര്യനടുക്കലേക്ക് ഒന്നുമില്ല. ആ പ്രകാശം, ആ കിരണം കൊണ്ട് നമുക്ക് തോന്നുന്നു. അതുപോലെ ബ്രഹ്മത്തിന് യാതൊന്നുമില്ല, നമുക്ക് തോന്നുന്നു ഇവിടെ എന്തൊക്കെയോ ഉണ്ടെന്ന്. മായ കൊണ്ട് തോന്നിക്കുന്നു. അതുകൊണ്ട് മായയ്ക്ക് കാരണം ആത്മാവിനില്ല എന്നും കാരണകാര്യ ഭേദ ദ്വൈതങ്ങൾ കാരണാത്മാവാം പരബ്രഹ്മണി നാസ്തി. അതുകൊണ്ട് ഈ കാരണകാര്യ ഈ അഭേദ ദ്വൈതങ്ങൾ, ഈ ഭേദവും അഭേദവും ഇതെല്ലാം, ഈ ദ്വൈതങ്ങൾ, ഈ രണ്ടെന്ന് കാണുന്ന ഈ ചിന്തകളെല്ലാം കാരണാത്മാവാം പരബ്രഹ്മണി നാസ്തി. ഇതൊന്നും പരമാത്മാവായ പരബ്രഹ്മണിക്ക് ഇതൊന്നും തന്നെ ഇല്ല, നാസ്തി. കാര്യങ്ങൾ തോന്നുന്നതൊക്കെയും കാരണാത്മാ പരബ്രഹ്മ ജ്യോതിർമയം. ഇതെല്ലാം ഈ കാരണവും കാര്യങ്ങളും ഒക്കെ ഈ തോന്നുന്നത് എന്താ? അതൊക്കെയും ഈ കാരണാത്മാവായിരിക്കുന്ന പരബ്രഹ്മ ജ്യോതിർമയമാണ്. ഇത് പരമാത്മാവിൻ്റെ ജ്യോതിസ് കൊണ്ട് ഇങ്ങനെ തോന്നുന്നു, അല്ലാതെ തന്നെ ഇവിടെ ഒന്നും തന്നെ ഇല്ല. ഇത്തം വിചാരിച്ചറിഞ്ഞു തെളിഞ്ഞൊരു വിദ്വജനങ്ങൾ ആനന്ദ സ്വരൂപന്മാർ. ഇത് മനസ്സിലാക്കി ഇതെല്ലാം ഒരു യഥാർത്ഥ ജ്ഞാനി, വിദ്വാൻ, ഒരു ബുധൻ എന്താ വിചാരിച്ച? തെളിഞ്ഞ് ഇത് മനസ്സിലാക്കി തെളിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? വിദ്വജനങ്ങൾ ആനന്ദ സ്വരൂപന്മാരാകുന്നു. ഇതൊന്നും സത്യമല്ല എന്ന് അവർ യഥാർത്ഥമായി അങ്ങ് മനസ്സിലാക്കി പഠിച്ചു ജ്ഞാനികൾ. ഇതൊക്കെ ഈ ഗ്രന്ഥങ്ങളെല്ലാം നന്നായി ഉൾക്കൊണ്ടിട്ട് ഈ പരമാത്മാവിനെ യഥാർത്ഥമായി അവരറിയുന്നു. ഇതൊക്കെ മിഥ്യയാണെന്ന് തത്വജ്ഞാനികളായ ഈ വിദ്വാൻമാർ, ഭക്തന്മാർ, സന്യാസിമാർ അല്ലെങ്കിൽ ജ്ഞാനികൾ എന്ത് ചെയ്യുന്നു? ഇത് മനസ്സിലാക്കിയിട്ട് തെളിഞ്ഞ് അവരെ പ്രകാശിച്ചു. ഇതെല്ലാം ഭഗവാന്റെ ജ്യോതിർമയമാണെന്ന് മനസ്സിലാക്കിയിട്ട് അവർ തെളിഞ്ഞ് വിദ്വജനങ്ങൾ ആനന്ദ സ്വരൂപന്മാരാകുന്നു. എന്താ കാരണം? അവർ നമ്മുടെ അങ്ങനെയുള്ള വിദ്വാൻമാരുടെ ഉള്ളത്തിൽ പരമാത്മാവാകുന്ന ഈശ്വരൻ അവർ തന്നെയാണ്, ഞാൻ തന്നെയാകുന്നു ഞാനായവൻ. അങ്ങനെ അറിഞ്ഞ് ആനന്ദ സ്വരൂപന്മാരായി അവർ, അങ്ങനെ സാധുക്കളായ അവർ ജീവപരമാത്മാ ഭേദബോധ സ്വരൂപാത്മ ഐക്യമുക്തരായി അവരെന്ത് ചെയ്യുന്നു? വിദ്വജനങ്ങൾ ആനന്ദ സ്വരൂപനരായിട്ട് സാധുക്കളായി അവർ സാധുക്കളാണ്, ഭക്തന്മാരാണ്.
അങ്ങനെ ഈശ്വരനെ അറിഞ്ഞ് ജീവിക്കുന്ന അക്രൂരനെ പോലെ, അക്രൂരനാണ് ഇത് പറയുന്നത്. ഇത് മൊത്തം അക്രൂരൻ പ്രാർത്ഥിച്ചിട്ട് അക്രൂരൻ ഇതെല്ലാം നമുക്ക് പഠിക്കാൻ പറഞ്ഞു തരുന്നതാ. അപ്പോൾ ഇങ്ങനെ വിദ്വജനങ്ങൾ, ഈ അക്രൂരനെ പോലുള്ള ഭക്തന്മാർ മനസ്സിലാക്കിയിട്ട് ആനന്ദം അനുഭവിച്ച് ഭഗവാനെ, ആ പരബ്രഹ്മത്തെ എപ്പോഴും കണ്ട് കേട്ട് ഉള്ളിലാക്കി ഇരിക്കുന്നത് അങ്ങനെയുള്ള സാധുക്കളായ ഭക്തന്മാർ ജീവാത്മാ പരമാത്മാ ഇത് രണ്ടും നമ്മൾ തന്നെയാണല്ലോ. ജീവാത്മാവ് എന്താണ്? ശക്തി സ്വരൂപിണി, പരാശക്തി. ആ ജീവാത്മാവ് കുണ്ഡലിനി ശക്തി, മൂലാധാരത്തിലിരിക്കുന്ന കുണ്ഡലിനി ശക്തിയാണ് ജീവാത്മാവും. സഹസ്രാര പരമത്തിലിരിക്കുന്ന ശിവ ആ മംഗളസ്വരൂപനായിരിക്കുന്ന ആ ജ്യോതിസും ആ ചൈതന്യമൂർത്തിയും ഭേദബോധസ്വരൂപ ആത്മൈക്യമുക്തരാകുന്നു. ഇതിനുള്ള വിദ്വാൻമാർ, ഭക്തന്മാർ ജീവാത്മാ പരമാത്മാ ബോധസ്വരൂപ ഐക്യമുക്തരാകുന്നു. ഇത് രണ്ടും കൂടെ ചേർന്ന് ലയിക്കുന്നു. അങ്ങനെ അവർ ആനന്ദം അനുഭവിക്കുന്നു. ജീവാത്മാവും പരമാത്മാவோட ഐക്യം അതാണ് പരമാനന്ദപുരത്തിൽ പരാപരൻ പരമേശ്വരൻ പരമാനന്ദപുരത്തിൽ പരാപരൻ പരമേശ്വരൻ ആദി പരാശക്തി ചിന്മയോടൊത്തു പരമാനന്ദ ലഹരി. അതായത് ജീവാത്മാവാകുന്ന ശക്തി സ്വരൂപിണി, ആ സഹസ്രാര പത്മത്തിലിരിക്കുന്ന ശിവൻ ആ പരബ്രഹ്മമൂർത്തിയായിരുന്ന ഭഗവാൻ പരമാത്മാവിനെ അടുത്തിൽ രണ്ടുപേരുടെ ചേർന്ന് ഐക്യം, ജീവാത്മാ പരമാത്മാ ഐക്യം പ്രാപിച്ചിട്ട് ഈ സാധുജന ഭക്തന്മാരെന്ത് ചെയ്യുന്നു? ആത്മാനന്ദം അനുഭവിക്കുന്നു. വിദ്വജനങ്ങൾ ആനന്ദ സ്വരൂപന്മാരായിട്ട് സാധുക്കളായ ഭക്തന്മാർ ആനന്ദം അനുഭവിക്കുന്നു. എങ്ങനെ? ജീവ പരമാത്മ ബോധ സ്വരൂപ ഐക്യം. ഇത് ഐക്യം വെച്ചാൽ ചേർച്ച, ചേരുക, യോഗിയായിത്തീരുക. ആര്? ഭക്തന്മാരായ ബുധൻ, അതായത് വിദ്വാൻ, ഒരു ജ്ഞാനി, ഒരു ഇതെല്ലാം അറിവുള്ളവൻ. അറിയുമ്പോഴാണ് നമ്മൾ ആരെന്ന് നമ്മൾ അറിയുന്നത്. അങ്ങനെയുള്ള അറിയുന്ന വിദ്വാൻമാർ, ബുധൻ എന്ന് പറയുന്നത് അറിഞ്ഞവൻ, അഹം ബ്രഹ്മാസ്മിയായി മാറുന്നു, ഞാൻ ബ്രഹ്മമാകുന്നു, അങ്ങനെ ആനന്ദം അനുഭവിക്കുന്നു. ഇതാണ് ഇത് നമുക്ക് ഇന്ന് ഇവിടം വരെ മതി. ബാക്കി നമുക്ക് അടുത്ത പ്രാവശ്യം ചൊല്ലാം. അങ്ങനെ മുക്തരായി മേവുന്ന അങ്ങനെയുള്ള യോഗികളാൽ അറിയപ്പെട്ട കേവലം അങ്ങനെ ബോധസ്വരൂപ ആത്മൈക്യ മുക്തരായി മേവുന്ന യോഗികളാൽ അറിയപ്പെട്ട അപ്പം ഇങ്ങനെയുള്ള യോഗികൾ ആരെ അറിയുന്നു? അക്രൂരനിപ്പോൾ ആരെ അറിഞ്ഞു? കൃഷ്ണൻ രഥത്തിലിരിക്കുന്നു, ആ പരമാത്മാവ് തന്നെ വെള്ളത്തിലും കണ്ടു, രണ്ടും ഏകം. അപ്പോൾ രണ്ടുണ്ടോ? ആ ആളല്ലേ ഈ ആളല്ലേ ആ ആള്? വെള്ളത്തിൽ കണ്ട ആളും രഥത്തിരിക്കുന്ന ആളും ഒന്നല്ലേ? അപ്പോൾ അതും ഇതും ഒന്നല്ലേ? അപ്പോൾ ലോകത്ത് എല്ലായിടവും ഇരിക്കുന്ന അതും ഇതും വേറെ വേറെ ഉണ്ടോ? എവിടെ കണ്ടാലും അത് ഒന്നല്ലേ? ഏകമല്ലേ? ആരതറിയുന്നു? വിദ്വാൻ. അങ്ങനെ മേവുന്ന യോഗികളാൽ അറിയപ്പെട്ട, അങ്ങനെ ആരാണ് യോഗി? അറിയുന്നവൻ. അവൻ കേവലനാം തവ പാദം നമാമിഹ. അങ്ങനെയുള്ള ഒരു ബുധൻ, അക്രൂരൻ. ആ അക്രൂരൻ അങ്ങനെയുള്ള ഭഗവാനേ തവ പാദം ഞാൻ നമിക്കുന്നു. ഇത് ഒരു യോഗിക്ക് മാത്രമേ ഇത് യഥാർത്ഥം മനസ്സിലുള്ളൂ. ഇതാണ് പരമാത്മാ ഐക്യം പ്രാപിക്കുക. ജീവാത്മ പരമാത്മാ ഐക്യം ആര് പ്രാപിക്കുന്നു? ഒരു ബുധൻ, ഒരു വിദ്വാൻ. അങ്ങനെ ഉള്ളവരാൽ അറിയപ്പെട്ടു. എന്തറിയപ്പെട്ടു? രഥത്തിലിരിക്കുന്ന കൃഷ്ണനും ഈ ലോകം മൊത്തവും നിറഞ്ഞിരിക്കുന്നതും വെള്ളത്തിൽ കണ്ട പരമാത്മാവായ ഭഗവാൻ നാരായണനും അനന്തശനായിട്ട് കണ്ട്, ഇതൊക്കെയും ലോകത്തിലുള്ള അതും ഇതും ഏതും എവിടെയും എന്തും ഇരിക്കുന്നതൊക്കെയും പാറയിലാണോ വിഗ്രഹത്തിലാണോ എവിടെയാണോ ഉള്ളിലാണോ എല്ലാം നമ്മളെ ഉള്ളിൽ വസിക്കുന്ന ആ പരമാത്മ ചൈതന്യം തന്നെയാണെന്ന് ഇദ്ദേഹം മനസ്സിലാക്കി. അതുകൊണ്ട് അങ്ങനെയുള്ള ഭക്തന്മാർ ഭഗവാനെ തവ പാദം നമ്മളെല്ലാവരും അങ്ങനെ നമിക്കണം. അക്രൂരൻ ഇങ്ങനെ പറഞ്ഞാണ് ആ ഭഗവാനെ ആരാധിച്ചത്. നമ്മൾ ഓരോരുത്തരും അങ്ങനെ അറിയുന്നവർ, ഈശ്വരൻ ഇതാണെന്ന് അറിയുന്നവർ, ഏകമാണെന്ന് അറിയുന്നവർ, അങ്ങനെയുള്ള ഭഗവാനെ ഞാൻ അറിയുന്നു, ഇതെല്ലാം ഏകമായ ഭഗവാൻ തന്നെയാണ് എല്ലാ ജീവജാലങ്ങളിലും ഉള്ളത്തിലും അകവും പുറവും നിറഞ്ഞിരിക്കുന്ന ഗുരുദേവൻ ഇത് മനസ്സിലാക്കിയിട്ടാണ് നമുക്ക് പറഞ്ഞത്. അകവും പുറവും നിറഞ്ഞിരിക്കുന്നു. ഇത് അറിയുന്ന വ്യക്തികളെല്ലാം മനസ്സിലാക്കും. നമ്മളെല്ലാം ഓരോരുത്തർ ഇത് അറിയണം. എങ്ങനെ അറിയണം? പഠിച്ചല്ല അറിയണം, അനുഭവിച്ചറിയണം. അപ്പോഴാണ് നമുക്ക് ആനന്ദം ഉണ്ടാകുന്നത്. ഇത് നമ്മളെ ഓരോരുത്തരും മനസ്സിലാക്കി ഒരു ഭക്തനായി തീരുക, ഒരു അറിവുള്ള ജ്ഞാനിയായി ഭവിക്കുക. ഇതെല്ലാം മക്കളെ ഉരുവിട്ട് വീണ്ടും 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 വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ എനിക്കിപ്പം മനസ്സിലാകാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് ഓരോ പ്രാവശ്യം ഇതിപ്പോൾ കഴിഞ്ഞ ആണ്ടി വായിച്ചു, പിന്നെ ഇപ്പോഴാണ് വായിക്കുന്നത്. അതിനെനിക്ക് ഇത് പഠിച്ചിട്ട് വായിക്കാമെന്ന് എനിക്ക് അങ്ങനെ അറിയില്ല. അപ്പോഴപ്പോഴും തോന്നിക്കുന്നു, അത് പറഞ്ഞു തരുന്നു. അതേ ഉള്ളൂ. എന്നെ തോന്നൽ എനിക്ക് ശരിയാണെന്ന് എനിക്കറിയാം, അത്രയേ ഉള്ളൂ. അതെൻ്റെ വിശ്വാസം.
തെറ്റാണെന്ന് മറ്റുള്ളവർക്ക് തോന്നിയാൽ അത് അവരുടെ പാഠം, ഇത് എൻ്റെ പാഠം. നമുക്കിത് എങ്ങനെ വേണമെങ്കിലും ഭഗവാനിൽ ചേരുന്നതിൻ്റെ എൻ്റെ ഇഷ്ടമായത്. അത് അങ്ങനെ വേണം നമ്മളെല്ലാ ഭക്തന്മാരും ചിന്തിക്കാൻ. ഒരാൾ പറയുന്നത് കേട്ട് നമ്മൾ പറയേണ്ട. നമുക്ക് എന്താണ് നമ്മുടെ ഉള്ളത്തിൽ എന്താണ് നമുക്ക് ഭഗവാനോട് ചേരാനുള്ള യുക്തി, ആ യുക്തി നമ്മൾ എടുക്കുക. അത് ഈശ്വരന് ഇഷ്ടമാണ്. ഈശ്വരൻ അങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത്. നമ്മളൊരു ഭക്തനായ മാത്രം മതി. നമ്മുടെ ഭക്തിപൂർവ്വമുള്ള നിഷ്കളങ്കമായ ആ ഒരു അർത്ഥം നമ്മൾ മനസ്സിലായിരിക്കുന്ന അത് യഥാർത്ഥമാണെന്ന് ഭഗവാൻ മനസ്സിലാക്കിക്കൊള്ളും. നമ്മുടെ ഇഷ്ടമാണത്. നമ്മുടെ ഈശ്വരൻ ഞാൻ ഇങ്ങനെ എനിക്ക് ഇഷ്ടപ്പെടാൻ ഇഷ്ടമെങ്കിൽ അതെൻ്റെ ഇഷ്ടമാണ്. അത് വേറെ ആൾ തിരുത്തേണ്ട കാര്യമില്ല. ഭഗവാൻ തിരുത്തിയാൽ മതി. അത് എന്നെക്കൊണ്ട് ഈശ്വരൻ തിരുത്തി, എനിക്ക് തെറ്റുണ്ടെങ്കിൽ ഭഗവാൻ തിരുത്തി തരും. അപ്പോൾ ഞാനത് പഠിച്ചോളാം. അല്ലാതെ മറ്റുള്ളവരുടെ ശരി എൻ്റെ ശരിയാകത്തില്ല. അതുകൊണ്ട് എല്ലാ ഭക്തമക്കളും മനസ്സിലാക്കി എല്ലാവരും പ്രാർത്ഥിക്കുക. ഞാൻ ഈ ചിന്തിച്ചതുപോലെ മക്കളെ നിങ്ങൾ ചിന്തിക്കണമെന്നുമില്ല. നിങ്ങൾക്ക് എന്താണ് യുക്തി അത് നിങ്ങൾ ചിന്തിക്കുക. എൻ്റെ അറിവ് ഞാൻ പറഞ്ഞു തരുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് കുറേ മക്കൾക്കത് ഇഷ്ടമായതുകൊണ്ട് അത് ഇഷ്ടമാണെങ്കിൽ അത് സ്വീകരിക്കുക എന്നേ എനിക്ക്. കാരണം ഞാൻ ഒരു ഗുരുകുലത്തിൽ പോയി പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഇത് എൻ്റേതായ ഒരു ഇഷ്ടം. അത് എവിടെ നിന്ന് വന്നെന്നൊന്നും എനിക്ക് പറഞ്ഞാൽ അറിയത്തില്ല. ഉള്ളിൽ നിന്ന് വന്നു തോന്നി പറഞ്ഞു. ഹരി ഓം ഹരി ഓം ഹരി ഓം.